ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി സച്ചിക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുത്ത് എന്തായാലും നമ്മുടെ സച്ചി യാത്രയാകാൻ തുടങ്ങുന്ന സമയത്ത് അച്ഛനോട് യാത്ര പറഞ്ഞു. അച്ഛൻ ഞാൻ ഇറങ്ങുകയാണെന്ന്. അപ്പം നീ എങ്ങനെ എന്ന് അച്ഛൻ ചോദിച്ചപ്പം ഇവിടെയും പറയണമെന്നല്ലേ, അവിടെയും ഞാൻ പറഞ്ഞോളാം, എന്നാൽ ഞാൻ ഇറങ്ങാം കേട്ടോ എന്ന് രേവതിയോടും പറഞ്ഞു നമ്മുടെ സച്ചി യാത്രയാവുക. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമായി. എന്തായാലും സച്ചിക്ക് നമ്മുടെ രേവതിയുടെ ഫുഡ് അങ്ങ് പിടിച്ചു പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ തന്നെ സച്ചിയുടെ മനസ്സൊന്ന് നിറഞ്ഞു. അങ്ങനെ സച്ചി പോയി. ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ ആ ഒരു ഇവരുമായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളെല്ലാം ഭാമയും അതുപോലെ തന്നെ അമ്മയായ ചന്ദ്രമതിയും കൂടെ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുക. ചന്ദ്രമതിക്ക് ഇതൊന്നും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ സച്ചിയെ തള്ളിക്കളഞ്ഞതായതുകൊണ്ട് അത് എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് പുള്ളിക്കാരി അതിനെ കാണുന്നത്. അങ്ങനെ ആ ഒരു ഇവരുടെ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം കണ്ടോ, അവൾക്ക് എല്ലാവരെയും നിർത്തേണ്ടടുത്ത് നിർത്താൻ നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല എല്ലാവരുടെയും കാര്യങ്ങൾ അവൾ ഓടി നടന്ന് ചെയ്യുന്നത് കണ്ടോ. എന്നിട്ട് നീ എന്തിനാ ചന്ദ്രേ അതിനെ ഇങ്ങനെ ശത്രുവായിട്ട് കാണുന്നതെന്ന് ഭാമ ചോദിച്ചു. അവൾ എന്തൊക്കെ ചെയ്താലും അവൾ എനിക്ക് ശത്രു തന്നെയാണെന്നും പറഞ്ഞ് അങ്ങനെ പറയണു നേരം ചന്ദ്രമതി. ഈ സമയത്ത് അച്ഛൻ നമ്മുടെ രേവതിയോട് മോളുടെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ മോള് അടുത്തത് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയാത്തത് മാല കോർക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ചെയ്തോളാൻ പറഞ്ഞ് അച്ഛൻ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ രേവതിയുടെ അരികിലേക്ക് ഇവർ രണ്ടുപേരും കൂടി ചെന്നു. എടി അവിടെ നിന്ന് നിന്നേ എന്നും പറഞ്ഞു. രേവതി അവിടെ നിന്നു. നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ആ കഴിഞ്ഞമ്മേ, ഇനിയിപ്പം നീ ഒന്നും ചെയ്യാൻ പോകണ്ട, ഇനി ഞാൻ പറയുന്ന കാര്യം നീ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്നുള്ള ഒരു ഇതിൽ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുമ്പം അതെ, ആ സഞ്ചിയിൽ കുറച്ച് നാരങ്ങ ഇരിപ്പുണ്ട്, നീ അതെടുത്ത് നാരങ്ങാമാല കെട്ടണം, എനിക്ക് ദേവീക്ഷേത്രത്തിൽ കൊടുക്കാനുള്ളതാണ്, അത് ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അമ്മേ, അത് പിന്നെ ഞാൻ ഒരു തടസ്സവും പറയണ്ട, എൻ്റെ ശുദ്ധി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന വഴിപാടാത്, അല്ലെങ്കിൽ ഞാൻ നേർന്ന വഴിപാടാത്, അതെനിക്ക് എത്രയും പെട്ടെന്ന് കഴിപ്പിക്കണം. അതുകൊണ്ട് ഒരു താമസവും വെക്കാതെ നീ പെട്ടെന്ന് തന്നെ എനിക്ക് ആ നാരങ്ങാമാല കെട്ടി അവിടെ വെച്ചേക്കണം, പറഞ്ഞത് കേട്ടോ എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു. ചന്ദ്രമതി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നോക്കി. അതും പറഞ്ഞ് ചന്ദ്രയും ഭാമയും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിയും അവിടെ നിന്ന് പോയി. അവൾ കെട്ടി വെക്കുമായിരിക്കുമല്ലേ ഭാമേ, പിന്നെ നീ ഇത്രയ്ക്കൊക്കെ ഇതിന് പറയേണ്ട കാര്യമുണ്ടോ? അതിനോടൊന്ന് സ്നേഹത്തോടെ പറഞ്ഞാൽ പോരെ. നീ എന്തിനാ ചന്ദ്രേ നീ ഇങ്ങനെ ആ പെങ്കൊച്ചിനോട് ഏതു നേരം ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് വീണ്ടും വീണ്ടും ഭാമ ചോദിക്കുക. ദേ, ആ കൊച്ചിൻ്റെ സ്നേഹവും അല്ലെങ്കിൽ ആ കൊച്ചി ഇപ്പം ചെയ്യുന്നതൊക്കെ എന്നും നീ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. നിൻ്റെ ഈ സ്വഭാവം കൊണ്ട് അത് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം, പറഞ്ഞില്ലെന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭാമ പറയണം. എനിക്ക് അവളുടെ സ്നേഹം കിട്ടിയിട്ട് ഒരു കാര്യമില്ല, എനിക്ക് അവളുടെ സ്നേഹം വേണ്ടാന്നായി ചന്ദ്രമതി. അങ്ങനെ ഇവർ ആ കാര്യമൊക്കെ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ രേവതി ബാക്കി ജോലികളെല്ലാം പൂർത്തീകരിച്ച് അവിടെ വന്നിരുന്നു മാല കോർക്കുക. അപ്പോൾ അങ്ങനെ മാല കോർത്ത് കുറേ മാലകൾ കോർത്ത് വെച്ചു. ഇങ്ങനെ പെട്ടെന്ന് മാല കോർക്കുന്നു. അപ്പോൾ രേവതിയുടെ ഈ ഒരു കൈയുടെ ആ ഒരു ഇതൊക്കെ കണ്ട് നമ്മുടെ രവിയേട്ടൻ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്തേക്ക് വന്നു. രേവതിക്ക് അരികിൽ വന്നു കഴിഞ്ഞപ്പം അച്ഛന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു രേവതി. ഇല്ല മോളെ, ഞാൻ ഈ മാല കെട്ടുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ മോളുടെ ഈ മാല കെട്ടുന്നത് രീതി കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും ഇങ്ങനെ അച്ഛൻ പറയാം. അത് പിന്നെ കുഞ്ഞുനാളിലേ തൊട്ട് കെട്ടി തുടങ്ങിയതല്ലേ അച്ഛാ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നിന്നെപ്പോലൊരു മോളെ കിട്ടിയവരുണ്ടല്ലോ മോളെ, ഭാഗ്യവതിയാണ്. നിന്നെപ്പോലൊരു മോളുണ്ടായി നിൻ്റെ അച്ഛനും അമ്മയും പുണ്യം ചെയ്തവരാണെന്നൊക്കെ പറയണം. സ്വന്തം അവസ്ഥ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ സ്വന്തം സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും അതിനെ ഒന്നും വകവയ്ക്കാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയും കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന നീ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്, നീ ആ കുടുംബത്തിൻ്റെ ലക്ഷ്മിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെ പറയണം. അപ്പോൾ അച്ഛൻ അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ഒത്തിരി സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. കാരണം മഹാലക്ഷ്മിയാണെന്ന് ആ മനുഷ്യനെ ആ രേവതിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ രേവതിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവും. അങ്ങനെ രേവതി വളരെ ഹാപ്പി ഗേളായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു സമയത്തായി ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നു. ചന്ദ്രമതി വന്നപ്പോൾ അച്ഛനും മോളും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഈ മാലയൊക്കെ കോർത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുമല്ലേ. വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ പൂവുണ്ട്, കുറേ മാല കെട്ടി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തൊട്ടരികിൽ ആ സഞ്ചി ഇരിപ്പുണ്ട്. ആ സഞ്ചിയിൽ മാല കോർത്ത് വെച്ചിരിക്കുകയാണെന്നാണ് ചന്ദ്രമതി വിചാരിച്ചത്. അപ്പോൾ ചന്ദ്രമതി ഓടിച്ചെന്ന് അതങ്ങ് എടുത്തപ്പോൾ എന്താ ആ നാരങ്ങ എല്ലാം കൂടി ഉരുണ്ട് വരുന്ന താഴെ പോയി. ഓഹോ, നിന്നോട് ഞാനൊരു ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ലല്ലേ? നിനക്ക് സമയം കിട്ടി കാണില്ലായിരിക്കും. നിൻ്റെ വീട്ടുകാരെ രക്ഷിക്കാൻ, നിൻ്റെ വീട്ടുകാർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളത് ചെയ്ത്തിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ഈ ചെറിയ കാര്യം നിനക്ക് സമയം കിട്ടിയില്ലായിരിക്കും അല്ലേടീന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ രേവതിയെ നോക്കുക പറയുവാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കി എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്താ കാര്യമെന്നോ? അപ്പോൾ അതും ഇവള് നിങ്ങളോട് പറഞ്ഞില്ല.
ഞാനേ ഇവളോട് ഒരു നാരങ്ങാമാല കെട്ടിവെക്കാനായിട്ട് പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ എടുത്തു കൊടുത്തതാ. ഇവൾ പെണ്ണാണെങ്കിൽ ചെയ്തില്ല. ഇവളുടെ അഹങ്കാരമല്ലേ അതെന്നൊക്കെ ചോദിച്ചപ്പം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീയല്ലേ നാരങ്ങാമാല കെട്ടേണ്ടത്, അതിനെന്തിനാ നീ മോളെ അതിനകത്തേക്ക് വിളിച്ച് വലിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഇവൾ പിന്നെ വലിയ മാലകെട്ടുകാരി, അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ എന്താ കുഴപ്പം? ആട്ടെ, നീ എന്തിനാ ഈ നാരങ്ങാമാല കെട്ടുന്നത്, അതെന്തിനാ നിങ്ങളറിയുന്നതെന്ന് ചോദിച്ചു. നിന്നോടാ ചോദിച്ചത്, നീ എന്തിനാ മാല കെട്ടുന്നത്? എനിക്ക് വഴിപാടുണ്ട്, അതിന് കൊടുക്കാനാണെന്ന്. എൻ്റെ ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ വീട്ടിലേക്ക് സമ്പാദിച്ചു കൊടുക്കാൻ നോക്കുന്നു. നാണം കെട്ട കൂട്ടങ്ങൾ. സ്വന്തം മകളെ കെട്ടിച്ചു വിട്ടിട്ടും ആ മകളെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കാനും ആ മകളെ കൊണ്ട് കാശുകാരാകാനും നോക്കുന്ന കുടുംബക്കാരെയൊക്കെ ഏത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ലെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഡയലോഗുകൾ ഇറക്കുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി മൈൻഡ് ചെയ്യാതിരിക്കുക. രേവതി ഒന്നും മിണ്ടുന്നുമില്ല. ചന്ദ്ര പറയുന്നതിന് യാതൊരു പ്രതികരണവും കൊടുക്കുന്നില്ല. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര കലിപ്പ്. ചന്ദ്രമതി എന്ത് ചെയ്തു, നമ്മുടെ രേവതി കെട്ടി വെച്ചിരുന്ന മാലയൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞ്, നീ അങ്ങനെ ഇപ്പോൾ ഇവിടെ മാല കെട്ടി നിന്റെ വീട്ടിൽ കൊടുക്കണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാനുള്ള മാലയിലാണ് ചന്ദ്രമതിയുടെ വേഷം കെട്ട്. അതൊക്കെ ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി, തീരാവുന്നതേ ഉള്ളൂ. എന്തായാലും ചന്ദ്രമതി ആ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞപ്പം, ചന്ദ്രമതി നീ എന്താ ഈ കാണിക്കുന്നതെന്ന് രവിയേട്ടൻ ചോദിച്ചു. നിങ്ങളിതിൽ മിണ്ടരുത്. എൻ്റെ വാക്ക് ധിക്കരിച്ച് എന്നെ അവഗണിച്ച് ഇവിടെ ഇരുന്ന് നീ ഇത് ഉണ്ടാക്കുന്ന എനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു, അമ്മ വെറുതെ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ മാല കെട്ടാത്തത് മറ്റൊന്നും കൊണ്ടല്ല. അമ്മയുടെ മകന് വേണ്ടി വഴിപാട് നേർന്ന് ആ വഴിപാട് നടത്തുമ്പോൾ ആ മാല കെട്ടി അവിടെ അമ്മ കൊടുക്കണം. അത് അമ്മ തന്നെ ചെയ്യണം. എങ്കിലും മാത്രമേ അതിന് പൂർണ്ണ ഫലം ഉണ്ടാവുള്ളൂ. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. എനിക്കറിയാം ഫലം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് ചാടി കഴിക്കുമ്പോൾ, മോൾ എന്താ ഈ പറയുന്നേ, ഏത് മോന് വേണ്ടി ഇവള് മാല കെട്ടുന്നതെന്ന് രവിയേട്ടൻ ചോദിച്ചു. അത് പിന്നെ അച്ഛാ, സുധി എന്ന് പറയുന്ന മകൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അമ്മ വഴിപാട് നേർന്നതെന്നും അതിനു വേണ്ടിയിട്ട് അമ്മ മാല കെട്ടുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ മാല കെട്ടി അമ്മയായിട്ട് അത് ഭഗവാന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോഴല്ലേ അതിൻ്റെ ഫലം കിട്ടുന്നത്. അതിനൊരു ഇടനിലക്കാരിയായിട്ട് ഞാൻ നിന്നാൽ അമ്മയ്ക്ക് ആ ഒരു ഫലം കിട്ടില്ല എന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പം, നിനക്ക് നാണം ഉണ്ടോടി എന്ന് നമ്മുടെ രവിയേട്ടൻ ചന്ദ്രമതിയോട് ചോദിക്കുക. ഈ പെങ്കൊച്ചിനെ കൊണ്ട് നിന്റെ ഒളിച്ചോടിപ്പോയ മകനെ കൊണ്ടുവരാൻ മാല കെട്ടിക്കുന്നു. നീ ആള് കൊള്ളാവല്ലോടി. അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഇന്ന് ഈ കൊച്ചി ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നിനക്കറിയാവല്ലോ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതിനെ കൊണ്ട് നിന്റെ മകന് വേണ്ടി പണിയെടുപ്പിക്കാൻ നാണം കെട്ട ഒരമ്മയ്ക്കല്ലാതെ മറ്റാർക്കാടി കഴിയുന്നത് എന്ന് നമ്മുടെ രവിയേട്ടൻ അന്നേരം ചോദിച്ചു. ചന്ദ്രമതി അന്നേരത്തേക്കും നമ്മുടെ രേവതിയുടെ മുന്നിൽ നാണം കെട്ടില്ലേ, നാണം കെട്ടി ഇങ്ങനെ ആകെ വല്ലാതിരിക്കാം. എനിക്കെൻ്റെ മോൻ വലുത്, എനിക്കെൻ്റെ മോൻ തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ, നിൻ്റെ മോനെ നിനക്കേ ആവശ്യമുള്ളൂ, വേറെ ആർക്കും ആവശ്യമില്ല. അതുകൊണ്ട് അവൻ തിരിച്ചു വരേണ്ടത് നിൻ്റെ ആഗ്രഹമാണ്, നിൻ്റെ ആവശ്യമാണ്. നിൻ്റെ ആവശ്യത്തിന് നീ തന്നെ ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ഒരു പണിയെടുക്കാതെ അതിന് ഫലം കാണുകയല്ല ചെയ്യേണ്ടത്. നിൻ്റെ മോനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നീ എവിടെ താമസിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ വീട്ടിൽ അവനെ കയറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇതേ എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ച് തന്ന വീടാണെന്നും പറഞ്ഞുകൊണ്ടായി ചന്ദ്രമതി. അതൊക്കെ കേട്ട് ഇവർ തമ്മിൽ വഴക്കും കാര്യങ്ങളും ആയി. ഇപ്പോൾ രേവതി ഇതൊക്കെ കണ്ട് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യാനാ? ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുണ്ടാക്കുന്നവരത്തൊന്നും പറയാനുള്ള ഒരു അവകാശം നമ്മുടെ രേവതിക്കില്ലല്ലോ. രേവതി ഇങ്ങനെ അത് കേട്ട് ഇങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതിയെ എടുത്തിട്ട് പൊതിച്ചു നമ്മുടെ രവിയേട്ടൻ. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതിയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ചന്ദ്രൻ, നിനക്കിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇതിൽ അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ പറഞ്ഞു, മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ് ഇവിടെ, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട, മോളുടെ ജോലി തീർത്തിട്ട് അത് കൊണ്ടൊന്ന് ഏൽപ്പിക്കാൻ നോക്കാൻ പറഞ്ഞ് രവിയേട്ടനും കയറിപ്പോയി. രവിയേട്ടൻ കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. പിന്നെ മാല കെട്ടണമല്ലോ, കെട്ടിയ മാലയാണെങ്കിൽ ആ പിശാച് നശിപ്പിക്കുകയും ചെയ്തു. അത് കെട്ടിയിട്ട് വേണം ഇനിയിപ്പോൾ അടുത്തത് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ രേവതി അവിടെ ഇരുന്ന് തൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഓട്ടമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോകുന്നത്. കഴിഞ്ഞപ്പോൾ രേവതിയുടെ ഫുഡ് വയറ് നിറയെ കഴിക്കുക, ഒരുപാട് ഇഷ്ടത്തോടെ. അവൾക്ക് ഇത്രയും കൈപുണ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞതിൻ്റെ ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഇതൊക്കെയുണ്ട് സച്ചിക്ക്. എന്തായാലും സച്ചി ആ ഒരു കാര്യത്തിൽ രേവതിയെ സമ്മതിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ സച്ചി രേവതിയുടെ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ വൈകുന്നേരം വരുന്നത് 4 കാലിലാണ്. 4 കാലിൽ വരുന്ന നമ്മുടെ സച്ചി രേവതിയെ അടിക്കാൻ തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് സംഭവിക്കുന്നത്. ഇതൊക്കെ കണ്ട് ചന്ദ്ര കൈയടിക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്ര ഓരോ നിമിഷവും, ചന്ദ്രയ്ക്ക് ആ മാല കെട്ടി കൊടുക്കാത്തതിൻ്റെ പക കിടക്കുക രേവതിയോട്. ഓരോ നിമിഷവും നമ്മുടെ രേവതിയുടെ ജീവിതം ദുർഘടമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്
ഈ പറയുന്ന ചന്ദ്ര. അപ്പോൾ അങ്ങനെ എല്ലാ വെല്ലുവിളികളും നേരിട്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന നമ്മുടെ രേവതി. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.